ഋതുക്കൾ 4 ഇപ്പൊ 5. വസന്തം, ഹേമന്തം, ഗ്രീഷ്മം, ശരത്കാലം, പിന്നെ ഇപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടർമാല. നല്ല മഴയുടെ തണുപ്പുള്ള, വസന്തത്തിന്റെ മണമുള്ള, മഞ്ഞിന്റെ കുളിരുള്ള, ഇളം വെയിലിന്റെ ചൂടുള്ള ഒരു കാലം, സംഗീതത്തിന്റെ ഋതുക്കാലം. അതാണ് നമ്മുടെ നോറ കുട്ടിപ്പട്ടർമാൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സോ വെൽക്കം യു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടർമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തംപാസ് ഇലക്ട്രോണിക്സ്. വിജയികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം ഫസ്റ്റ് പ്രൈസ് ആൽഫ വൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനം, സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം ആൻഡ് തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന ഒരു നാനോ കാർ. ഏതായാലും ഇന്ന് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനായിരിക്കുമോ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. എനിവേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏതായാലും എപ്പോഴും വസന്തകാലം പോലെയുള്ള നമ്മുടെ രഹനത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഒരു ഗ്രീഷ്മകാലം പോലെ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഫിറോസിക്ക. ശരത്കാലത്തിൽ നമ്മളോടൊപ്പം എപ്പോഴും കൂടെയുള്ള സജ്ല. ആൻഡ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യുന്നത് ശരിക്കും ഒരു മഴക്കാലം പോലെ സംഗീതമായി ഇങ്ങനെ പെയ്തിറങ്ങുന്ന നമ്മുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സിനെയാണ്. സ്വാഗതം ചെയ്യാം ദ എൻറ്റയർ ഓർക്കസ്ട്ര ടീം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസോട് കൂടെയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം അല്ലേ? നമ്മുടെ കുട്ടിപ്പട്ടർമാലിനെ പറ്റിയിട്ടല്ല, നമ്മുടെ കൈരളി ടി വിയെ പറ്റിയിട്ടാണ്. കലാരംഗത്ത് ഒരു പിടി നല്ല താരങ്ങളെ സമ്മാനിച്ച ചാനലാണ് നമ്മുടെ കൈരളി ടി വി. അതും സംഗീത മേഖലയിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ബെസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മുടെ കൈരളി ടി വിയിലെ ദാസാറിൻ്റെ പേരിൽ നമ്മൾ ആരംഭിച്ച കൈരളി ടി വിയിലെ ഗന്ധർവ സംഗീതമാണ്. ഒരു പിടി താരങ്ങളായിരുന്നു ഈ ഒരു ഷോയിലൂടെ മോൾഡപ്പ് ചെയ്ത് പ്ലേ ബാക്ക് സിംഗേഴ്സായിട്ടും അല്ലെങ്കിൽ മറ്റൊരുപാട് സിംഗേഴ്സായിട്ടും വന്നത്. ഏതായാലും ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നമ്മുടെ ഷോ കുട്ടിപ്പട്ടർമാൽ ആയതുകൊണ്ട് തന്നെ കൈരളി ടി വിയിലെ ഗന്ധർവ സംഗീതം ജൂനിയറിലെ ഒരു താരം നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് നമുക്കായിട്ടൊരു കുട്ടിപ്പാട്ട് പാടിത്തരാനായിട്ട്. ആൻഡ് ഈ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഫൈനൽ 5 വന്ന് നിൽക്കുകയാണ് ഗന്ധർവ സംഗീതത്തിൽ. ആൻഡ് ഇനി ഫിനാലയിൽ പാടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലെറ്റ്സ് വെൽക്കം വിധു രാജ്. വിധു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എന്ത് പറ്റി? ഭയങ്കര ഇറക്ക് പിടിച്ചിട്ടാണല്ലോ. ഇങ്ങനെയാണോ വിധു? അങ്ങനെയാണോ? വിധുവിൻ്റെ ഒരുപാട് പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഗന്ധർവ സംഗീതത്തിലൂടെ. എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. ഒരു മാഷൊക്കെയായിട്ട് ഒരു ചൂറിലൊക്കെ പിടിച്ച് പാടിയിരുന്നില്ലേ? പാടിയിരുന്നു അല്ലേ? ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ ആ ഫൈനൽ 5 വന്ന് നിൽക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. സോ എന്തൊക്കെയായി പ്രിപ്പറേഷൻസ് ഒക്കെ? പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ കുട്ടിപ്പട്ടർമാൽ കാണാറുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ഷോ? സൂപ്പറാണല്ലേ? അപ്പൊ ദാ സൂപ്പർ എന്ന് പറഞ്ഞ ഒന്ന് കൈയടിക്കുന്നേ. നിങ്ങളൊരു കൂട്ടുകാരൻ സൂപ്പർ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇന്ന് നമുക്കായിട്ട് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു നമ്മുടെ എല്ലാ കുട്ടീസിനെയും എന്റർടൈൻ ചെയ്യാനായിട്ടൊരു പാട്ട് പാടിത്തരുമോ? ഏത് പാട്ടാ പാടിത്തരാ? റംസാൻ നിലാവത്ത തകർപ്പൻ സോങ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് വിളിച്ചാലോ? ഫ്രണ്ട്സിനെ വിളിക്കൂ. നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ, നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിൻ്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിൻ്റെ അക്കര നിന്ന് വന്നേ പെണ്ണെ പൂമാരൻ, നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ, തനതിരുതാനാ തിരുതാനാ തനതിരുതാ
നൊസ്റ്റാൾജിക് പെർഫോമൻസ് തന്നെയായിരിക്കും. കാരണം എൻ്റെ നാട് എന്ന റൗണ്ടിൽ സ്വന്തം നാടിനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും ഒക്കെ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പറയാനായിട്ട് നിങ്ങളുടെ സ്വീറ്റ് കണ്ടസ്റ്റന്റ് ശ്രീലക്ഷ്മി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, എന്തോ വെൽക്കം ബാക്ക് അഗൈൻ ടു 7 സ്റ്റേജ്. താങ്ക് യു. അവിടെ നിങ്ങടെ നടന്നു വരുമ്പോഴേ ചേച്ചി വിളിച്ചപ്പോ എന്തോ ആലോചിച്ചിട്ടായിരുന്നല്ലോ നടന്നു വന്നേ. എന്താ ആലോചിച്ചേ? സത്യം പറയണോ? എന്തോ ആലോചിച്ചോ? സീക്രട്ട് ആണല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറയാതിരിക്കുന്നത്. ശരി, നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഡ്രസ്സ്. ഇത് ആരെങ്കിലും വാങ്ങി തന്നതാണോ അതോ ഡിസൈൻ ചെയ്തതാണോ? വാങ്ങി തന്നതാ. ആര് വാങ്ങി തന്നതാ? അമ്മ. അമ്മ അച്ഛനും കൂടെ വാങ്ങി തന്നതാണ് അല്ലേ? അപ്പൊ മോളിന്ന് പാടാൻ പോകുന്ന എൻ്റെ നാട് എന്നുള്ള റൗണ്ടിലാണ്. സ്വന്തം നാടിനെ പറ്റിയിട്ടാണ്. പറൂര് അല്ലേ നാട്? ശരി, അവിടെ നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒന്നും അല്ലാതെ ഏറ്റവും ഇഷ്ടം നാട്ടില് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ഇതിലും ശ്രീലക്ഷ്മി കുട്ടിയുടെ നാട്ടിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ദാറ്റ് ക്ലിപ്പ്. കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ അഴകോലും പാട്ടുറുമാൽ അഴകേറും പട്ടുറുമാൽ അഴകോലും പാട്ടുറുമാൽ അഴകേറും പട്ടുറുമാൽ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ സ്കൂളിലെ ചാവറ ദർശൻ സെയിം ഹൈസ്കൂളിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മിയെ അനുമോദിക്കുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനും വളരെയേറെ സന്തോഷമുണ്ട്. അവൾ പാട്ട് പാടുന്നതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല. കാരണം ഒരു പാട്ട് കുടുംബത്തിൽ നിന്നാണ് അവൾ പോകുന്നത്. അവളെ പട്ടുറുമാലിൽ നിന്ന് അവൾ പട്ട് സാരിയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. कोई तो वजह जो जीने का मजा यूं आने लगा है हवाओं में है क्या दौड़ा से दो नशा यूं जाने लगा पूछो ना पूछो मुझे क्या हुआ है तेरी बाहों में या कल पूछो ना पूछो मुझे क्या मिलेगा तेरी सबको मैं जी कल हे इश्क हाये बेके बिटाये जन्नत दिखाये हा और रामा മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചി ഇട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചി ഇട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ. എന്തായാലും ശരിക്കും നമ്മുടെ ശ്രീലക്ഷ്മിയെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഇപ്പൊ നമുക്ക് എല്ലാരും കണ്ടതിൽ സന്തോഷം. എല്ലാവരെയും കണ്ടതിൽ നാട്ടിലെല്ലാവരും കണ്ടതിൽ സന്തോഷമായില്ലേ? ഇപ്പൊ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഷൂ എവിടെ പോയാലും ഓട്ടോഗ്രാഫ് ചോദിക്കാനായിട്ട് എത്ര ആൾക്കാരാ അല്ലേ? എന്താ അതിൽ എഴുതി കൊടുത്തേ? സൈനാണ്, ശ്രീലക്ഷ്മിയുടെ സൈനാണ് കേട്ടോ എഴുതി കൊടുത്തത്. ശരി, അപ്പോൾ ഇന്ന് നല്ലൊരു പാട്ട് പാടാൻ പോവാണ് നാട്ടിലുള്ള പറൂരിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. ഏത് പാട്ടാ? ചെത്ത് പാട്ടുകൾ പാടണം. ഓക്കെ, അപ്പൊ നല്ലപോലെ പാടും കേട്ടോ. സജലത്തയുടെ ഉപ്പ പാടിയ പാട്ടാണ്. അപ്പൊ സജലത്ത അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയി ഉപ്പ അടുത്ത് പറയും, അല്ലെങ്കിൽ ഉപ്പ ടി വിയിലിരുന്ന് കാണും. അപ്പൊ നല്ലപോലെ പാടണം കേട്ടോ. നമ്മുടെ ജഡ്ജസും മാർക്കിടാനായിട്ട് റെഡി ആയിട്ടിരിക്കണ്ടേ. ഓൾ ദി ബെസ്റ്റ്. ചെത്ത് പാട്ടുകൾ പാടണം, കിട്ട് പാട്ടുകൾ പാടണം, മട്ടം പോലെ ആടണം, തട്ടം മാറ്റി ആടണം. ചെത്ത്
കുട്ടി മടിക്കണ്ട ഒട്ടും തുടിക്കണ്ട കനകക്കട്ടി ചുറ്റും മണിമക തരുണിക കൈകൊട്ടും പാളുകുകുട്ടി പട്ടാൽ മുഖം മൂടി ഇരുന്നിടലേ കുഞ്ചി കളിക്കണ്ടേ കളിത്തത്തമ്മേ പട്ടാൽ മുഖം മൂടി ഇരുന്നിടലേ കുഞ്ചി കളിക്കണ്ടേ കളിത്തത്തമ്മേ ചെത്തുപാട്ടുകൾ പാടണം കെട്ടുപാട്ടുകൾ പാടണം മട്ടം പോലെ ആടണം തട്ടം മാറ്റി ആടണം പെട്ടി നിറച്ച തീ ഇഷ്ടം പലവക കാഴ്ചകളാൽ വട്ടം പലതരം മുത്താൽ ചിത്രം വച്ച സാരികളാൽ പെട്ടി നിറച്ച തീ ഇഷ്ടം പലവക കാഴ്ചകളാൽ വട്ടം പലതരം മുത്താൽ ചിത്രം വച്ച സാരികളാൽ പത്താൾ കാണും മുന്നേ അടച്ചിടലേ മാരൻ തന്നയച്ച പൊന്നു പെട്ടി പത്താൾ കാണും മുന്നേ അടച്ചിടലേ മാരൻ തന്നയച്ച പൊന്നു പെട്ടി ചെത്തുപാട്ടുകൾ പാടണം കെട്ടുപാട്ടുകൾ പാടണം മട്ടം പോലെ ആടണം തട്ടം മാറ്റി ആടണം തിട്ടം തികവുത്ത വെട്ടം വിതറുന്ന കരിവളകൾ എത്തും നിനക്കൊത്ത ചന്തം നിറഞ്ഞുള്ള തോരനെന്ന് തിട്ടം തികവുത്ത വെട്ടം വിതറുന്ന കരിവളകൾ എത്തും നിനക്കൊത്ത ചന്തം നിറഞ്ഞുള്ള തോരനെന്ന് കട്ടാൽ മധുരിക്കും മാമ്പഴമേ കൊഞ്ചിൽ മികവുത്ത മാറിവില്ലേ സത്താൽ മധുരിക്കും മാമ്പഴമേ കൊഞ്ചിൽ മികവുത്ത മാറിവില്ലേ ചെത്തുപാട്ടുകൾ പാടണം കെട്ടുപാട്ടുകൾ പാടണം മട്ടം പോലെ ആടണം തട്ടം മാറ്റി ആടണം ചെത്തുപാട്ടുകൾ പാടണം കെട്ടുപാട്ടുകൾ പാടണം മട്ടം പോലെ ആടണം തട്ടം മാറ്റി ആടണം മട്ടം പോലെ ആടണം തട്ടം മാറ്റി ആടണം തട്ടം മാറ്റി ആടണം തട്ടം മാറ്റി ആടണം ശ്രീലക്ഷ്മി കുട്ടി എന്തോ അങ്ങനെ 7 സ്റ്റേജിൽ എൻ്റെ നാട് എന്നുള്ള റൗണ്ടിൽ പാട്ട് പാടിയല്ലേ? എങ്ങനെ തോന്നി? ചെത്ത പാട്ടായിട്ട് തോന്നിയോ പാടി കഴിഞ്ഞപ്പോ? കുഴപ്പമില്ലാതെ പാടി കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. ഞാൻ പാട്ട് എന്തായാലും സെലക്ട് ചെയ്തതും പഠിപ്പിച്ചതും അച്ഛനും അമ്മയായിരിക്കും. ഈ കൊറിയോഗ്രാഫിയും അച്ഛനും അമ്മയും തന്നെയാണോ? അമ്മയാണോ? തന്നെ തന്നെയാണ് അല്ലേ? ശരി, എന്തായാലും 2 in 1 പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഏതായാലും ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. നമ്മുടെ സജിലത്തയുടെ ഉപ്പ പാടിയ പാട്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ചോദിക്കാം, സജിലത്തയുടെ അടുത്ത് ചോദിക്കാം. സജില, ശ്രീലക്ഷ്മി കുട്ടി, എന്തോ എൻ്റെ ഉപ്പ പാടിയ പാട്ടല്ലേ മോള് സെലക്ട് ചെയ്തേ? അതെ. എനിക്ക് ഉപ്പാൻ്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫ്ലോറിൽ ഒരാൾ എൻ്റെ ഉപ്പാൻ്റെ പാട്ട് എപ്പോഴും പാടാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ പാടിയ പാട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉപ്പാനെക്കാട്ടിയും കൂടുതൽ ഓർമ്മയുള്ള ഒരാളുണ്ട് ഇവിടെ, കമറൂക്ക. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഈ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് മോൾ എന്തായാലും ഈ പാട്ടിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പഞ്ചുണ്ടായിരുന്നു. മോളുടെ മാക്സിമാണിത്. ഇതിൽ കൂടുതൽ മോൾക്ക് ഈ പ്രായത്തിൽ മോൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളുടെ മാക്സിമം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റൗണ്ട്സിനേക്കാളും കുറച്ചുകൂടെ
പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മോള് ഇപ്രാവശ്യത്തെ ഈ സിംഗിങ്ങിൽ. എന്തായാലും ഈ പാട്ട് മോള് ഒരുവിധം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സജില. ഇനി ആരോട് ചോദിക്കണ്ടേ? ഇനി ഫിറോസ്ക. ഫിറോസിക്ക. എന്തൊക്കെയാ ഷൂട്ട് ചെയ്തതിൽ കണ്ടത്? ഓഹ് ഭയങ്കരമായിരുന്നു. ആരാ പറഞ്ഞത് പട്ടുറുമാലിൽ നിന്ന് പട്ട് സാരിയിലേക്ക് പോട്ടേന്ന്? വിശപ്പമാവൻ. അതാരായിരുന്നു? വിശപ്പമാവൻ ഞങ്ങളുടെ നെയ്ബർ. മാമനാണ്, നൈബറാണ്. ആ മാമൻ എന്ന് വിളിക്കുന്നുണ്ട്. ആ കറക്റ്റ് അദ്ദേഹം പറഞ്ഞത്. മോള് പട്ട് പാവാടയിൽ നിന്ന് പട്ടുടുപ്പിൽ നിന്ന് അല്ലേ പട്ടുറുമാലിൽ നിന്ന് പട്ട് സാരിയിലേക്ക് പോട്ടേന്ന്. അത് വലിയൊരു കമൻറ്റാണ് അത് മോൾക്ക് തന്നെ കേട്ടോ. പാട്ട് നന്നായി പാടി കേട്ടോ. അതിൽ ഞാൻ പേടിച്ച സ്ഥലം ശരിക്ക് എനിക്കിങ്ങനെ പതറുമോ എന്നൊക്കെ തോന്നിയ 2-3 സ്ഥലങ്ങളാണ്. ഒന്ന് ചെത്ത് പാട്ടുകൾ പാടണം, അത് മോൾ കറക്റ്റ് പാടി എല്ലാ സ്ഥലത്തും കേട്ടോ. താങ്ക് യു പറയുമ്പോഴൊന്നും ഒരു ഉഷാറില്ലല്ലോ. ഒരു ഹോർലിക്സ് കുടിച്ച താങ്ക് യു പറയും. ആ അങ്ങനെ പറയും. താങ്ക് യു ഫിറോസിക്ക. രഹനത്ത. നല്ലൊരു പാട്ട് കേട്ടോ മോളെ. ഞാൻ സലീംക്ക പാടി കേട്ടിട്ടുണ്ട് ഞാൻ ഒത്തിരി. പിന്നെ മോള് പറഞ്ഞ കറക്റ്റാണ്, ആ ഒരു എനർജി ഒക്കെ ഉണ്ടായിരുന്നു മോളെ വോയിസിൽ. പിന്നെ സലീംക്ക ആ സംഗതികളൊക്കെ മോളൊരു ഏജാണ്, മോൾക്ക് ഇത്ര മോള് മാക്സിമം മോള് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മോളെ ഈ ഒരു ഏജിൽ അത് അത്രേ പറ്റുള്ളൂ. കാരണം അത് നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ ഈസിയാണെന്ന്, പക്ഷെ സംഗതി പാടാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മോൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ഒഴിച്ചാൽ എന്നാലും മോൾ ആ പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്തു കേട്ടോ. നല്ല കളറായിരുന്നു. താങ്ക് യു റഹ്നത്ത ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയുടെ എൻ്റെ നാട് എന്നുള്ള റൗണ്ടിൽ എത്ര മാർക്സ് ആണെന്നുള്ള ചോദിക്കാം. എന്തോ ഉണ്ടല്ലോ. ഇല്ല അതാ എന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ വേഗം നമുക്ക് മാർക്സിലേക്ക് പോവാം. റഹ്നത്ത ഔട്ട് ഓഫ് 40 38 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക. ശ്രീലക്ഷ്മി കുട്ടിക്ക് 38 again out of 40. Then Sajla 20-ൽ 18.5. 18.5. അങ്ങനെ മോള് ടോട്ടൽ സ്കോർ 94.5 ആണ് ഔട്ട് ഓഫ് 100. അപ്പോൾ മോളു ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. വീണ്ടും നല്ല പോലെ പാടാനായിട്ട് വരിക കേട്ടോ. താങ്ക് യു സോ മച്ച്. ഏതായാലും ശ്രീലക്ഷ്മിയുടെ ആ ഒരു സ്വീറ്റ് പെർഫോമൻസ് നിങ്ങളുടെ മനസ്സിലിരിക്കുകയായിരിക്കും. അടുത്തത് കുട്ടിപ്പാട്ടാണ്. ആൻഡ് ഈ റൗണ്ടിൽ പാടാനായി എത്തുന്നത് അശ്വിൻ കൃഷ്ണ. അശ്വിൻ ചേച്ചി വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. വലിയ കുട്ടിയായാലോ, പെട്ടെന്ന് എൻ്റെ അത്രയൊക്കെ പൊക്കം വെച്ചെന്ന് തോന്നുന്നു. ഇല്ല അല്ലേ? എപ്പോഴും കുട്ടിപ്പട്ടം നല്ല കുട്ടി തന്നെയാണ് അല്ലേ അശ്വിൻ കുട്ടി? ശരി, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. 7 സ്റ്റേജിൽ എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടോ? മാക്സിമം പാടാൻ കഴിയണം. നമ്മുടെ 6 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ജഡ്ജസ് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എനർജി ലെവൽ കീപ്പപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് കുട്ടി പാട്ട് പാടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ മോയിൻകുട്ടി വൈദ്യരുടെ കുറേ ശാഖകളുണ്ട്. അതിലൊരു ശാഖയെ തീവണ്ടി ചിന്തിലെ ഏതാനും വരികളെ. എന്തെങ്കിലും സ്റ്റോറിയാണോ ഇതിലൂടെ? അതെ, ഈ മലനാട്ടിൽ ആദ്യമായി തീവണ്ടി വന്നപ്പോൾ അത് മോയിൻകുട്ടിയെ വൈദ്യരെ വിവരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ബാക്കി ഏതായാലും നമുക്കൊന്ന് കേട്ടറിയാം അല്ലേ? അപ്പം നല്ലപോലെ പാടുമോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലയാളപ്പതിയാതിൽ അതിശയ തീവണ്ടി ബന്ധാർ മനുതോർ മതമെന്താ. മലയാളപ്പതിയാതിൽ അതിശയ തീവണ്ടി ബന്ധാം മലകിടുത്തിടുന്ന അയരങ്ങൾ എന്താ. അലകടലുരമ്പിടും മസലുര ചിന്ത ഇലൈ ഒരു ദിനമിലും ഇടയാതെ മുന്ത. അലകടലുരമ്പിടും മസലുര ചിന്ത ഇലൈ ഒരു ദിനമിലും ഇടയാതെ മുന്ത. മലയാളപ്പതിയാതി അതിശയ തീവണ്ടി ബന്ധാർ മനുതോർ മതമെന്താ. മുന്തും മുമ്പ് അഗ്നി മുറുക്കും മിഞ്ചൻ മടിയാതെ മൊഞ്ചൻ.
കതുബയിൽ കുളത്തും തഞ്ചൻ മറുവണ്ടി മൊഞ്ചൻ ഉന്തിക്കൊണ്ടുരുണ്ടും റെയിലതിൽ മൊഞ്ചൻ ഇടറാതെ പാഞ്ചൻ അന്തത്തിൽ ഒരു കാടുണ്ട് അതിൽ ബൈക്ക് അഞ്ചൻ അതിൽ കാടർത്താഞ്ചൻ മലയാളപ്പതിയതി അതിശയ തീവണ്ടി വന്താൻ മനുതോർമതമെന്താ കാഞ്ചിക്കൊണ്ടുളർപ്പൊടും കഠിനമിൽ സർവമപീസ തടവാൽ ജൂലൂസ തുഞ്ചിടാതെ അവിടുന്നും മനുതരെ കയറ്റും പുലൂസ ടിക്കറ്റ് പാസാ മേഞ്ഞും കൊണ്ടത് പത്തി റെയിലുമേ പറപ്പിക്കും ഭാഷ വിനോദമേ കൈസ മാഞ്ഞിടായിരങ്ങൾ രാവിലും പകലിലും മോശ മികവാത്ത മാഷ മലയാളപ്പതിയതി അതിശയ തീവണ്ടി ബന്ധാർ മനുതോർമതമെന്താ തമാശകളാൽ ചിലർക്കേറി ജുലുസതിലോടിടും നേരം തകിലാര പാരം തമാമതിനാൽ ജനർ ബന്ദ് ഗുരുവി എതിർത്തിടും പാരം തീവണ്ടി സാരം നിയമമിനാൽ എരിവണ്ടി ഇടുങ്ങി വരുന്നത് നേരം നിലം കേറ്റുകാരൻ നിയമം പോൽ കമ്പി വീണാക്കറിന്തിട്ട് അടിപോട്ടിടും കോരം നിയമവാദി ഉയരും ഉയർത്തി തീവണ്ടി പായിക്കും സായിപ്പ് അയർത്ത് ചൂളയും പൂക്കുമട്ടായി ഫയൽമാരും ഡ്രൈവർകളോരൊക്കെ തീർപ്പ് ഫയറാക്കി പൊടി വാറ്റി കിഴുപ്പിക്കും തീർപ്പ് മലയാളപ്പതിയതി അതിശയ തീവണ്ടി ബന്ധാൻ മനുതോർമതമെന്താ മലയാളപ്പതിയതി അതിശയ തീവണ്ടി ബന്ധാൻ മല കിടുത്തിടുന്ന അയരങ്ങൾ എന്താ അലകടലുരമ്പിടും മസലുര ചിന്ത ഇല ഒരു ദിനമിലും ഇടയാതെ മുണ്ട അലകടലുരമ്പിടും മസലുര ചിന്ത ഇല ഒരു ദിനമിലും ഇടയാതെ മുണ്ട മലയാളപ്പതിയതി അതിശയ തീവണ്ടി ബന്ധാർ മനുതോർമതമെന്താ 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 അശ്വിൻ അങ്ങനെ നല്ലൊരു പാട്ട് പാടി ശരിക്കും ആദ്യമായിട്ട് ട്രെയിൻ വന്ന ഒരു സ്റ്റോറി പോലെ പറഞ്ഞു അല്ലേ? പാട്ട് ട്യൂൺ ചെയ്തത് അഷ്റഫ്ക്കാണ്, നമ്മുടെ ഗ്രൂമർ തന്നെയാണ്. അവരോട് വലിയൊരു താങ്ക്സ്. അഷ്റഫ്ക, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പാട്ടിനെ പറ്റി ചോദിക്കാം. ആദ്യം നമുക്ക് ഫിറോസ്കിൽ നിന്ന് തുടങ്ങാം. ഫിറോസിക്ക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ശാഖ അല്ലേ, അത് അതിൻ്റെ വിഷ്വലിൽ നിന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമാവും. വിഷ്വലും ഓർക്കസ്ട്രയും പാട്ടുകൂടി എങ്ങനെയാണ് ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങോട്ട് ലയിച്ച് ചേർന്നതെന്ന് എനിക്ക് വിവരിക്കാൻ വയ്യ, അത്ര മിക്സാണ്. ഇപ്പോൾ തിരൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 1 മണിക്കൂറാണ്. കോഴിക്കോട് വരെ നമ്മൾ യാത്ര ചെയ്താൽ വെള്ള ഷർട്ട് കറുത്ത ഷർട്ടായിട്ടുണ്ടാവും, വെള്ള ഇട്ടിട്ടാവും കയറിയിട്ടുണ്ടാവുക. അവിടെ എത്തുമ്പോൾ കറുത്ത ഷർട്ട്, പിന്നെ മുഖം കഴുകലും ടവൽ കൊണ്ട് തുടച്ചാൽ കരിങ്ങനെ വരും. കണ്ണിലൊക്കെ എത്ര കരിയുടെ പൊടികളാണ് പോകാമെന്നറിയോ. കാരണം ഇങ്ങനെ ഒരു ഷവൽ കൊണ്ട് കോരിയിട്ട് ഉള്ളിലേക്ക് ഇടുകയാണ്, തീയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അന്നത്തെ എൻജിൻ. അതാണ് ആ കഥയാണ് പറയുന്നത്. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? മലയാളപ്പതി അതിൽ അതിശയ തീവണ്ടി, മലയാള നാട്ടിൽ അതിശയ തീവണ്ടി വന്നു എന്നാണ് അല്ലേ. എന്നിട്ട് അതിൻ്റെ കൗതുകങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. പുറപ്പെടുന്നതിൻ്റെ മുമ്പ് എഞ്ചിനിൽ തീ പിടിപ്പിക്കും, എഞ്ചിനിൽ തീ പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കുട്ടികൾ. അപ്പോൾ വൈദ്യരുടെ ഈ തീവണ്ടി ചിന്ത ഒറ്റ കവിതയുള്ളൂ ഇതിൽ. തീവണ്ടി ചിന്തെന്ന ശാഖയിൽ മോയിൻകുട്ടി വൈദ്യർ ഒരു കവിതയാണ് എഴുതി വെച്ചിട്ടുള്ളത്, അതാണ് മോനെടുത്ത് പാടിയത്. ട്രഡീഷണൽ ശൈലിയിൽ നിന്ന് പുറത്തു പോകാതെ പാടുക, ആ എല്ലാ മികവുകളും ഈ പാട്ടിന് നിലനിർത്തും.
താങ്ക് യു സോ മച്ച് ഫിറോസിക്ക. മൂവിങ് ഓൺ ടു റഹനത്ത. നന്നായിട്ട് പാടി കേട്ടോ. കാരണം എടുത്തു പറയണം, പുതുമ അല്ലേ? കാരണം തീവണ്ടി ചിന്ത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ മോനിലൂടെ തന്നെയായിരിക്കും അത് ഈ പാട്ട് ഫേമസ് ആവാൻ പോണേ. കാരണം അധികം കോമ്പറ്റീഷൻസിലൊന്നും നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും അത് എടുത്ത് പറയും, അതുപോലെ തന്നെ അത് കേൾക്കും ചെയ്യും. കാരണം നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് പറ്റിയ ഒരു മ്യൂസിക് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ അഷ്റഫ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ രാഗം നന്നായിട്ടുണ്ട് അത് ചെയ്തത്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര അത് ഗംഭീരമായിരുന്നു. പിന്നെ അശ്വിൻ ഇനിയിപ്പം കോമ്പറ്റീഷൻ ഇനി പറയുന്നത് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ ഫിറോസ്ക പറഞ്ഞ പോലെ ട്രഡീഷൻ സോങ് ആയതുകൊണ്ട് നമ്മളങ്ങനെ, കാരണം അശ്വിൻ അങ്ങനെ വരാറില്ല, സംഗതികളൊക്കെ പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതാ ഒരു ട്രഡീഷണൽ സോങ്ങിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് വിടുക എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം, കാരണം അതുപോലും വരാൻ പാടില്ല. കാരണം ഫൈനൽ നമുക്ക് അടുത്തടുത്ത് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് സീരിയസ് ആയിട്ട് കേൾക്കണം എന്ന് പറയണേ. എന്തായാലും മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു റഹനത്ത. സജില? കഴിഞ്ഞ തവണ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു സിംഗിങ് ക്ലാരിറ്റി എനിക്ക് തോന്നിയില്ല. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അത് പല്ലവിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലാൻസൊക്കെ ഒന്ന് സ്ലിപ്പായി. പിന്നെ ചരണത്തിൽ കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു വോയിസ്. അതേപോലെ തമാശ, ഉയരും, അതൊക്കെ ആ ലാൻഡിങ് നോട്ട്സൊക്കെ ഒരു പെർഫെക്ഷൻ കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് അശ്വിന് വരാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ കൺട്രോളിൽ കിട്ടുന്നില്ലേ പാടുന്നത്? കൺട്രോളിൽ കിട്ടുന്നില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. പൊതുവേ അങ്ങനത്തെ കൺട്രോൾ ചെയ്ത് പാടുന്ന ഒരു കുട്ടിയാണ് സംഗതികളാണെങ്കിലും. പക്ഷേ ഇതിൽ കുറച്ച് ഒരു പെർഫെക്ഷൻ കുറവ് എനിക്ക് തോന്നുന്ന സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. എന്തായാലും ഉയരങ്ങളിലേക്ക് തന്നെ പോവുക, ഒരിക്കലും താഴോട്ട് പോകരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ അശ്വിൻ്റെ ഈ ഒരു പാട്ടിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസ് കമൻസ് പറഞ്ഞു കഴിഞ്ഞു. മാർക്സിലേക്ക് പോവാം. റഹനത്ത ഔട്ട് ഓഫ് 40 38.5. 38.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. അശ്വിൻ എൻ്റെ മാർക്ക് 38.5. Again 38.5 out of 40. Then Sajla 18.5. Thank you Sajla and thank you all judges. അങ്ങനെ അശ്വിൻ്റെ ടോട്ടൽ സ്കോർ 95.5 ആണ് ഔട്ട് ഓഫ് 100. എങ്ങനെയാണ് അശ്വിൻ, ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ അതോ കുറവാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്? എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും അടുത്ത തവണ നമ്മുടെ ജഡ്ജസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ റൗണ്ടിലെ ആ ഒരു രക്ഷനായിട്ട് വീണ്ടും തിരിച്ചെത്താം കേട്ടോ. റൈറ്റ്? ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മോനു. കൺഗ്രാറ്റ്സ്. ഏതായാലും അടുത്തത് ഒരു കുട്ടി പെർഫോമൻസ് ആണ് നമ്മുടെ റിഫ മോളുടെ എൻ്റെ നാട് എന്നുള്ള റൗണ്ടിൽ. സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ആസ്വദിക്കാം. റിഫ, റിഫ യൂഷ്വലി വരുന്നതിനേക്കാൾ ഇന്നൊരു പ്രത്യേക ഭംഗിയുടെ, ശരിക്കും ഒരു നല്ല എന്താ പറയുക, ഒരു മൊഞ്ചത്തി മാലാക്ക കുട്ടിയെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഇത് റിഫയുടെ സെലക്ഷൻ ആണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് തന്നതാണോ? ഗിഫ്റ്റ് ചെയ്തത് ആരാ? ഞങ്ങളുടെ നാട്ടില് മഹാറാണി സിൽക്സ് എന്ന് പറഞ്ഞൊരു സിൽക്സ് ആ ടെക്സ്റ്റൈൽസുകാർ തന്നതാണ് അല്ലേ ഗിഫ്റ്റായിട്ട്. അപ്പം അവർക്ക് ഒരുപാട് താങ്ക്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ റിഫക്കുട്ടി ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ആൻഡ് ഈ മാലയും മാച്ചിങ് ഒക്കെ അവർ തന്നെ തന്നതാ? അത് ഉപ്പ വാങ്ങി തന്നതാണ് അല്ലേ? അപ്പം ഇന്ന് ഉപ്പക്കുട്ടി സ്വന്തം നാടിനെ പറ്റി പാടാൻ പോവാണ്. അതിനു മുമ്പ് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? നിലമ്പൂർ. നമ്മുടെ റഹനത്തയുടെ നാടാണ്. റഹനത്തയുടെ മുഖത്തൊരു സ്പെഷ്യൽ പുഞ്ചിരി വന്നിരിക്കുകയാണ്. അപ്പം ഇതിലും നാടിനെ പറ്റിയിട്ടും നാട്ടുകാരെ പറ്റിയിട്ടും സ്കൂൾ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. പ്രേക്ഷകർ കാണിച്ചു കൊടുക്കണ്ടേ? കാണാം അല്ലേ? സോ ലെറ്റ്സ് മൂവ് ഓൺ. കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ, മനമേറും പൊന്നുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയാം, അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. കാരണം ജന്മനായുള്ള കഴിവാണ്. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ആ ദൈവം കൊടുത്തൊരു സിദ്ധി, ആ സിദ്ധിയിലൂടെ ഉയർന്നു വരുന്ന ഒരു പ്രതിഭ. അത്ര നമുക്ക് റിഫയെ, അതിലപ്പുറം റിഫയെ എന്ത് പറയാനാ? മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ, മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു
ഇട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി. സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ നിലമ്പൂരിൻ്റെ മണ്ണിൽ ചോക്കാടുന്ന് ഈ മലയോര മേഖലയിൽ നിന്നൊരു കുട്ടി ഇത്രത്തോളം മധുരമൂർന്ന ഗാനങ്ങളുമായി കേരളീയയുടെ കുടുംബ വീടുകൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. തീർച്ചയായും നല്ല സന്തോഷകരമായ ഒരു നിമിഷം ഞങ്ങൾ നാട്ടുകാർക്ക്, ചോക്കാട്ടുകാർക്ക് ഞങ്ങളൊരു അഭിമാനമാണ്. ഇപ്പോൾ കുട്ടി ചോക്കാടിലെ റിഫാമോള് നാട് എന്ന നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുക. ചോക്കാട് എന്നറിയപ്പെട്ടിരിക്കുകയാണ്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്. ഇവരൊക്കെ എൻ്റെ കളിക്കൂട്ടുകാരാണ്. പിന്നെ ഇവര് എൻ്റെ അയൽവാസികളും നാട്ടുകാരും പിന്നെ ക്ലബ്ബ് പ്രവർത്തകരുമാണ്. മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചി ഇട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചി ഇട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ. കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. കുട്ടി കുട്ടി പട്ടുറുമാൽ, റിഫ, കുട്ടി പട്ടുറുമാൽ. ശരിക്കും ആ ക്ലിപ്പൊന്നും കണ്ടിട്ട് ശരിക്കും മതിയായില്ല. കാരണം ഇപ്പോൾ നിലമ്പൂർ അല്ലെങ്കിൽ റിഫ താമസിക്കുന്ന ആ ഒരു നാട് റിഫമോളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് ക്രെഡിറ്റാണ് വേണ്ടേ? അതുപോലെ തന്നെ നമ്മൾ ആ ടെക്സ്റ്റൈൽസ് കണ്ടു, ഫ്രണ്ട്സിനെ കണ്ടു, പിന്നെ ടീച്ചറിനെ കണ്ടു, അതിലുപരി റിഫയുടെ മ്യൂസിക് സാറിനെയും കണ്ടു അല്ലേ? നമ്മുടെ കുട്ടിപ്പട്ടുമാലിലൂടെയാണ് അന്ന് ഫിറോസ്ക്കൊക്കെ ഒരു കോട്ടിംഗ് ഒക്കെ പറയുന്നുണ്ടായി. അതിനുശേഷമാണ് റിഫ പാട്ട് പഠിച്ചു തുടങ്ങിയത്. ആ അദ്ദേഹത്തിനും അല്ലെങ്കിൽ ആ ഒരു അധ്യാപകനും 1000 നന്ദി പറയാണ് നമ്മൾ. ഏത് പാട്ടാ പാടാൻ പോണേ? ഹജ്ജിന്റെ രാവിൽ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ മാലാഖ കുട്ടി നല്ലപോലെ പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്
ചേച്ചി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോള് പാടിയത്. അപ്പോൾ പാട്ടിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം ജഡ്ജസിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു രഹനത്തെ ഈ പാട്ട് ഇതിനു മുമ്പ് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് രഹനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. രഹനത്ത. ലക്ഷ്മി പറഞ്ഞ കറക്റ്റാണ്, ഞാനും പാടിയിട്ടുണ്ട്. നല്ലൊരു സോങ് കേട്ടോ, നമ്മളുടെ ആ സോങ് സെലക്ഷൻ നല്ല. പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ പല്ലവി നമുക്കത് ഈസി ആയിട്ട് പാടാം എന്നൊക്കെ, പക്ഷേ ബ്രീത്തിൻ്റെ പ്രോബ്ലം വരും പെട്ടെന്ന്. അതൊന്നും മോൾക്ക് വന്നില്ല. നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ റിഫ കുട്ടി? ആ, അതിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ലേ നന്നായിട്ട്? ഓ പിന്നെ എനിക്ക് തോന്നുന്നു ആ സംഗതിയൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുറച്ച് നിലമ്പൂരൊക്കെ ഒന്ന് കാണിക്കായിരുന്നില്ലേ അതിൽ കുറച്ച് തേക്കും, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ തേക്കൊക്കെ ഉള്ള സ്ഥലം കേട്ടോ നമ്മുടെ നിലമ്പൂര്. അല്ലല്ല, സത്യമായിട്ട് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. അവിടെ വന്നാൽ കാണാം, തേക്ക് മ്യൂസിയത്തിൽ വന്നാൽ കാണാം അല്ലേ? കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുള്ള നാട്ടിൽ നിന്ന് ഇതാ ഒരു ഗായിക. എനിക്കിത് വെച്ചതാ, പക്ഷെ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഉണ്ടോ ശരിക്കും? ആ പിന്നെ. അപ്പോൾ സന്തോഷം. അപ്പോൾ എസ്.എ. ജമീൽക്കയ്ക്ക് ശേഷം, നമ്മുടെ ഗോപി മുതുകാടിന് ശേഷം, നമ്മുടെ സഹപ്രവർത്തക നിങ്ങളുടെയൊക്കെ രഹനത്തയ്ക്ക് ശേഷം ഇതാ റിഫ മോള് നിലമ്പൂരിൽ ഒരു ഗായിക. നാടിൻ്റെ വിഷ്വൽ കാണിച്ച പോലെ തന്നെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഫസീലത്തെ ഇത് ഞങ്ങൾ കേൾപ്പിക്കും. ഞാനോ രേനയോ സജിനയോ ഒക്കെ ഈ എപ്പിസോഡ് വരുന്ന ദിവസം വിളിച്ച് പറയും. ഫസീലത്താക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ വലിയ പാട്ടുകാരിയെ നിർത്തുന്ന ഒരു പാട്ടാണിത്. മോൾ അതിൻ്റെ ഫസീലത്തെ പാടാത്ത ചില പ്ലാനുകൾ കൂടി ഭംഗിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഫിറോസിക്ക. സജ്ല. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ മോളെ? അത് ആ വിഷ്വലിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോളോടുള്ള ആ സ്നേഹം, പ്രേക്ഷകരുടെയും നാട്ടുകാരുടെയൊക്കെ സ്നേഹം കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കമ്പോസിങ് ആണ് ഈ പാട്ട്. ശരിക്കും മോളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മോള് പാടിക്കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? മോളത് പാടിയിട്ടത് മനസ്സിൽ പതിപ്പിച്ച് കളയും. അത് മോളുടെ വോയിസിൻ്റെ പ്രത്യേകതയായിരിക്കാം ചിലപ്പോൾ. എന്താണെങ്കിലും മോൾക്ക് ആ ഒരു കഴിവുണ്ട് കേട്ടോ. ആ ഒരു മനസ്സിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാനുള്ള ആ ഒരു കഴിവുണ്ട് മോളുടെ സിംഗിങ്ങിന്. എന്തായാലും നമ്മളുടെ നിലമ്പൂരിലെ ഫേമസ് കലാകാരന്മാർ രഹനത്ത, എസ്.എ. ജമീൽ, അതിൻ്റെയൊക്കെ കൂടെ ഭാവിയിൽ നമ്മളുടെ റിഫ മോൾ ആയിട്ട് വരട്ടെ. എല്ലാവരുടെ അനുഗ്രഹം കേട്ടോ. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. പറഞ്ഞത് കേട്ടോ നമ്മുടെ ജഡ്ജസ്? കണ്ണു പറ്റാതിരിക്കാൻ ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? മാർക്സിലേക്ക് കിടക്കാം. രഹനത്ത ഔട്ട് ഓഫ് 40 39. 39 ഔട്ട് ഓഫ് 40. ഫിറോസ്ക 39 ആയിരിക്കോ, 38 ആയിരിക്കോ, 40 ആയിരിക്കോ? അറിയില്ല. ഫിറോസ്ക പറയൂ. റിഫ മോൾക്ക് 38.5. 38.5 out of 40. Then out of 20, Sajla. ഞാൻ റിഫ മോൾക്ക് 19. Thank you Sajla and thank you all judges. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 96.5 out of 100. Great score. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതിനേക്കാൾ നല്ല മാർക്സ് വാങ്ങാം. ഇപ്പം നല്ല മാർക്സ് ആണ്, താഴെ പോവരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കുട്ടിപ്പാട്ടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ കുട്ടിപ്പട്ടുമാൽ ഇതാ മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരത്തെയും തനിമയിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു ചരിത്ര നിമിഷത്തിൽ യൂഷ്വലി പറയാറുള്ള പോലെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ, ബി കൂൾ എന്നൊക്കെ പറയാതെ നിങ്ങൾ മലയാളികളോട് ശുദ്ധമായ മലയാളത്തിൽ ഒരു ശുഭരാത്രി ഞങ്ങൾ നേരെയാണ്. ഏതായാലും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി ഫ്രം നോറ കുട്ടിപ്പട്ടുമാൽ. ശുഭരാത്രി.